വെൽക്കം ബാക്ക് ടു ശിവദാസ് സ്പീക്കിംഗ്. കൊക്ക് കൊക്ക് എന്ന് തന്നെ വിളിക്കണം. കൊക്ക്. നിങ്ങളെല്ലാവരും പല വീഡിയോയിലും കാണുന്നുണ്ട്. ഇറങ്ങുന്ന പുതിയ പുതിയ സിനിമകളുടെ നെഗറ്റീവ് റിവ്യൂകളുടെ കൂമ്പാരം, ഭയങ്കര കൂമ്പാരം. എന്ത് സിനിമ ഇറങ്ങിയാലും അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിച്ച് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ. കൊക്ക് എന്നേ ഞാൻ പറയുള്ളൂ. കൊക്ക്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടില്ലേ? ഒരുപാട് നെഗറ്റീവ് കമന്റുകളും വരാറുണ്ട്, പോസിറ്റീവ് കമന്റുകളും വരാറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു. ഭയങ്കര ശക്തമായിട്ട് പ്രതികരിച്ചു. അതിനെതിരെ അതിന്റെ പ്രൊഡ്യൂസർ സിയാദ് കോക്കർ അതിനെതിരെ ആഞ്ഞടിച്ചു. ഒരു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അതിനെന്തുമാത്രം പ്രയത്നമുണ്ടെന്ന് മനസ്സിലാക്കാത്ത കുറെ നികൃഷ്ടമായിട്ടുള്ള ആളുകൾ എന്ത് കാര്യത്തിനാണ് ഇവർ നെഗറ്റീവ് റിവ്യൂ പറയുന്നത്? സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സിനിമ കാണാം, കാശ് മുടക്കി, അവനവന്റെ കാശ് മുടക്കി കാണുന്നതാണ് സിനിമ. കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാൻ ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ നടക്കുന്നുണ്ട്. ഇവരാരും അതിനെതിരെ ആഞ്ഞടിക്കാതെ, പ്രതികരിക്കാതെ സിനിമകളുടെ പുറകെ തേടിപ്പിടിച്ചു പോയി അവരെ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ കുറെ ജന്മങ്ങൾ. ഞാൻ പറയുന്നത്, ഇങ്ങനെ കുറെ സിനിമയ്ക്ക് കുറെ നെഗറ്റീവ് റിവ്യൂസ് പറയുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരെ ഒന്ന് ചിന്തിക്കുക. ഒരു സിനിമ ജനിക്കുന്നത്, അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രയത്നങ്ങൾ, ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാട്, ദുരിതങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അപ്പോ ഒരു വെള്ളിയാഴ്ചയോ ഒരു വ്യാഴാഴ്ചയോ സിനിമ റിലീസ് ചെയ്താൽ ആ സംവിധായകന്റെ, അല്ലെങ്കിൽ ആ നിർമ്മാതാവിന്റെ, അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ച ക്രൂവിന്റെ എല്ലാവരുടെയും എന്താ പറയാ, ഒരു മനസമാധാനം, അവരെ ആ ഒരു സിനിമയോടുള്ള ഒരു ആത്മാർത്ഥത, അവരെ കഷ്ടപ്പെട്ട് പണിയെടുത്തതിനുള്ള ഒരു പ്രതിഫലമില്ലാത്ത രീതിയിൽ അവരെ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവര് റിവ്യൂ നെഗറ്റീവ് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആരും സിനിമയ്ക്ക് പോകാതിരിക്കുകയൊന്നുമില്ല. ഇവിടെ ഒരു സിനിമ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും എല്ലാം ജനങ്ങളാണ്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇന്നലെ ഇറങ്ങിയ മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ കുക്ക് എന്ന് പറയുന്ന സിനിമ കണ്ടുപിടിച്ച ആള്, സിനിമ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നതെന്ന് കണ്ടുപിടിച്ച ഈ കൊക്ക് എന്ന് പറയുന്ന ആള് അതിന് പറഞ്ഞേക്കുന്ന ഒരു കമന്റ് ഉണ്ട്. ആ പുള്ളിങ് പോരാന്ന്. ശരിയാണ്, പുള്ളിങ് പോരാ. 73 വയസ്സുകാരനായ നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച, ഇപ്പോഴും തകർത്തിന്ന് രണ്ടാമത്തെ ദിവസം തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത്രയൊക്കെ പുള്ളിങ് മതി. പിന്നെ 73 വയസ്സുകാരനായ മമ്മൂക്കയാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്നത്, നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ അതിനെ അത്രയൊക്കെ പുള്ളിങ് മതി. എൻ്റെ പൊന്നാര കൊക്ക് വിചാരിക്കുന്നുണ്ട് ഇതിന് പുള്ളിങ് പോരാ എന്ന് പറയുമ്പോൾ ജനങ്ങളാരും ഈ ടർബോ എന്ന് പറയുന്ന സിനിമ കാണാൻ പോകൂല എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അത് തെറ്റാണ്. ഇതൊക്കെ സിനിമ കണ്ടിട്ടാണോ ഈ റിവ്യൂ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ സിനിമ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് റിവ്യൂ ഇടുന്നതായിരിക്കാം. അതെന്താണ് എന്നുള്ള സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ അദ്ദേഹം സിനിമയ്ക്ക് വന്നതായിട്ട് നമുക്ക് ഒട്ടുമിക്ക തിയേറ്ററുകളിലൊക്കെ നമ്മൾ സിനിമ കാണാൻ പോകുന്നതാണ്. അങ്ങനെ ഒരു അറിവോ നേരിട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ പൊന്നാര ദൈവത്തെ ഓർത്ത് ഈ സിനിമ, പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. എങ്കിൽ പിന്നെ നിങ്ങളൊരു പണി, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ വിമർശനം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് സിനിമ എടുക്കുന്നതെന്നൊന്ന് നിങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചാട്ട്. ഇതിനൊക്കെ പറ്റുമോ? താങ്കളെ കൊണ്ട് ഇതിന് പറ്റുമോ? പറ്റൂല.
നിങ്ങളൊക്കെ ഇവിടെ ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാർ ജനിച്ച് സന്തോഷിപ്പിച്ച് ജനങ്ങളെ സന്തോഷിപ്പിച്ചൊരു നാടാണ് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പത്മരാജൻ സാറിൻ്റെയും ഭരതൻ സാറിൻ്റെയും പിന്നെന്താ പറയുക ലോകിതദാസിൻ്റെയും പിന്നെ വേണുനാഗവള്ളിച്ചേട്ടൻ്റെയും അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ നമുക്ക് നല്ല നല്ല സിനിമകൾ സമ്മാനിച്ച് നല്ല നല്ല അതായത് ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലഘട്ടത്ത് സിനിമ എടുത്ത് ഈ നമ്മളെ സിനിമ ആസ്വാദകരെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ പ്രോത്സാഹിപ്പിച്ച ഇതാണ് സിനിമ. നമ്മൾക്ക് 2 മണിക്കൂർ തിയേറ്ററിൽ ചെന്നിരുന്ന് റിലാക്സ് ചെയ്ത് സിനിമ കണ്ട് ഇതാണ് സിനിമ എന്ന് കാണിച്ചു തന്ന പ്രഗത്ഭരായ ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലഘട്ടത്തിൽ പ്രഗത്ഭരായ ഒരുപാട് സംവിധായകർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അവർ ചെയ്ത സിനിമകൾ അന്നത്തെ കാലത്ത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവരെ റിവ്യൂ പറഞ്ഞ് തോപ്പിച്ച് കളഞ്ഞനെ. ഇത്ര എന്താ പറയുക നല്ല സുന്ദരമായ കാവ്യങ്ങൾ തന്ന ആ പ്രഗത്ഭരായ ഡയറക്ടേഴ്സ് ഉണ്ടായ കാലഘട്ടത്തിൽ ഇന്നത്തെ ഡയറക്ടേഴ്സ് പ്രഗത്ഭന്മാരല്ലെന്നല്ല, ഇന്ന് നമുക്ക് അതിലും ടെക്നോളജിയൊക്കെ ഉയർന്നു, അതിലും നല്ല പ്രഗത്ഭരായ സംവിധായകർ നമുക്ക് നല്ല നല്ല സിനിമകൾ സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ എല്ലാം സ്വപ്നങ്ങൾ നിങ്ങളായിട്ട് നശിപ്പിക്കാതിരിക്കുക. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് ആ ഡയറക്ടറുടെ സ്വപ്നമാണ്. ആ സിനിമ ഒരു വെള്ളിയാഴ്ചയോ ഒരു വ്യാഴാഴ്ചയോ ആ സിനിമ റിലീസ് ചെയ്താൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് നിങ്ങൾ സംസാരിച്ച് തീർക്കുക. അല്ലാതെ ആ സിനിമ സൃഷ്ടിച്ചവരെ അല്ലെങ്കിൽ ആ സംവിധായകൻ്റെ ഒരു വലിയൊരു സ്വപ്നം നിങ്ങൾ ദൈവത്തെ ഓർത്ത് നശിപ്പിക്കാതിരിക്കുക. ഇതിനിപ്പോൾ എന്ത് കമൻറ്റ് വരുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഞാനൊരു സിനിമ ആസ്വാദകനാണ്, നല്ല സിനിമ പ്രേമിയാണ്, ഞാൻ എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ്. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഇതിൻ്റെ പുറകിലെ ഒരുപാട് പ്രയത്നമുണ്ട്. അപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കാറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അടച്ചിട്ടൊരു മുറിയുടെ ഉള്ളിലോ ഇരുന്നിട്ട് ഈ സിനിമയെപ്പറ്റി ഇങ്ങനെ ഇറങ്ങുന്ന സിനിമയെപ്പറ്റി ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻറ്റുകൾ പറയാതെ അത് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞാലും ജനങ്ങൾ സിനിമയ്ക്ക് കയറും. അതായത് നമ്മളിപ്പോൾ റിവ്യൂവർമാർ പറയുന്നതൊന്നും കേട്ട് ആരും അങ്ങനെ സിനിമയ്ക്ക് കയറാതൊന്നും ഇരിക്കുന്നില്ല. എല്ലാവരും സിനിമയ്ക്ക് കയറും. നല്ല സിനിമയാണോ? സിനിമ എന്ന് പറയുന്നത് എന്താ? മനുഷ്യന് ഒന്ന് സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഒരു 2-2.5 മണിക്കൂർ ഒരു സമയത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വിനോദമായ ഒരു ഉപാധിയാണ് സിനിമ. അതിലെല്ലാവരും വരും. ഒരു കൂപ്പയിൽ നമ്മൾ കയറിയിരുന്നാൽ ആ തിയേറ്ററിൽ ആരൊക്കെ ഉണ്ടാവും? കള്ളന്മാരുണ്ടാവൂലേ, കൊലപാതകികളുണ്ടാവൂലേ, വക്കീലന്മാരുണ്ടാവൂലേ, പോലീസുകാരുണ്ടാവൂലേ, ഡോക്ടർമാരുണ്ടാവൂലേ, കൂലിപ്പണിക്കാരുണ്ടാവൂലേ, ജാതി മത വർഗ ഭേദമന്യേ എല്ലാവരും ആ സിനിമ തിയേറ്ററിൽ ആ കൂപ്പയിലുണ്ടാവും. അവരെല്ലാം സമാധാനപരമായിട്ട് ഇരുന്ന് കാണുന്ന ഒരു വിനോദോപാധിയാണ് സിനിമ. ദൈവത്തെ ഓർത്ത് നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്നിട്ട് ഇത് നശിപ്പിക്കാതിരിക്കുക. ഈ സിനിമാ ലോകം വളരട്ടെ, നല്ല നല്ല സൃഷ്ടികൾ ഉണ്ടാവട്ടെ, നല്ല നല്ല കലാകാരന്മാർ വരട്ടെ പ്ലീസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് ഈ നെഗറ്റീവ് കമൻറ്റുകൾ പറയാതിരിക്കുക. നല്ല സിനിമ കാണുക, ആസ്വദിക്കുക. ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറയാം, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് കൊള്ളൂല, ആരും കയറരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക. അപ്പോൾ ദൈവത്തെ ഓർത്ത് അങ്ങനെ ഒന്നും പറയരുത്. ഓക്കെ, ഇനിയെങ്കിലും ഒക്കെ മനസ്സിലാക്കുക ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, നന്ദി, താങ്ക് യു.